വാർത്തകളിലേക്ക് വിശദമായി. അസാധാരണമായ ഒരു അതിജീവനത്തിന്റെ കഥ കേട്ടാണ് ഇന്ന് ലോകം ഉണർന്നത്. അത്ഭുതമെന്നല്ലാതെ ഈ അതിജീവനത്തെ വിശേഷിപ്പിക്കാനാവില്ല. കൊളംബിയയിലെ ആമസോൺ ഉൾവനത്തിൽ കാണാതായ കുട്ടികളെ 40 ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ കണ്ടെത്തി. നിബിഡ വനത്തിൽ 4 കുട്ടികൾ എങ്ങനെ കഴിഞ്ഞു എന്നതിന്റെ ആകാംക്ഷയിലാണ് ലോകം. ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിബിഡമായ ആമസോൺ ഇരുൾവനത്തിൽ 4 കുട്ടികൾ അത്ഭുതകരമായി കഴിഞ്ഞത് 40 ദിവസം. അവിശ്വസനീയമായ ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് ലോകം കണ്ണു തുറന്നത്. മെയ് 1 സെസ്ന 206 എന്ന വിമാനത്തിൽ തെക്കൻ കൊളംബിയയിലെ അരരാക്കുവരയിൽ നിന്ന് 7 പേർ പുറപ്പെടുന്നു. അമ്മയും 4 കുട്ടികളും ബന്ധുവും ഒരു പൈലറ്റും. ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ കാക്വറ്റ പ്രവിശ്യയിൽ വെച്ച് എഞ്ചിൻ തകരാറിനെ തുടർന്ന് വിമാനം തകർന്നു വീണു. അമ്മയുടെയും ബന്ധുവിന്റെയും പൈലറ്റിന്റെയും മൃതദേഹങ്ങൾ പിന്നീട് തെരച്ചിലിൽ ലഭിച്ചു. പക്ഷേ 4 കുട്ടികളെ കണ്ടെത്താനായില്ല. മൂത്ത കുട്ടിക്ക് 13 വയസ്സ് പ്രായം, രണ്ടാമത്തെ കുട്ടിക്ക് 9 വയസ്സ്, മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സ്, ഏറ്റവും ഇളയതിന് 1 വയസ്സു മാത്രം. വന്യജീവികളും മയക്കുമരുന്നു മാഫിയ സംഘങ്ങളുടെ വിഹാര കേന്ദ്രവും അങ്ങനെ നിഗൂഢവും കുപ്രസിദ്ധവുമായ ആമസോൺ കാടുകളിൽ ഈ കുട്ടികൾ രക്ഷപ്പെടില്ലെന്ന് പലരും കണക്കുകൂട്ടി. പക്ഷേ കൊളംബിയൻ ജനത പ്രതീക്ഷ കൈവിട്ടില്ല. കൊടും വനാന്തരങ്ങളിൽ അവർക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങി. ഭക്ഷണ അവശിഷ്ടങ്ങളും കാൽപ്പാടുകളും ഡയപ്പറുമൊക്കെ കണ്ടെത്തിയതോടെ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ്. ആമസോൺ വനത്തിലെവിടെയോ കുട്ടികൾ ജീവനോടെയുണ്ടെന്ന സംശയം ബലപ്പെട്ടു. പിന്നീട് അസാധാരണമായ രക്ഷാദൗത്യം. സൈന്യവും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരും മറ്റുള്ളവരും ചേർന്ന് ഓപ്പറേഷൻ ഹോപ്പ് എന്ന പേരിൽ തെരച്ചിൽ തുടങ്ങി. ഇവർ കടന്നുപോയത് പല സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെയും. നായ്ക്കളെ ഉപയോഗിച്ച് കാട്ടിൽ തെരച്ചിൽ നടത്തി. ഗോത്രഭാഷയിലും സ്പാനിഷ് ഭാഷയിലും കുട്ടികളുടെ മുത്തശ്ശിയുടെ ശബ്ദം ലൗഡ് സ്പീക്കറുകളിൽ കാടുകളിൽ കേൾപ്പിച്ചു. ഒടുവിൽ 40 ദിവസത്തിനു ശേഷം അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. ജീവനോടെ 4 കുട്ടികളെയും കണ്ടെത്തി. രാജ്യത്തിനാകെ സന്തോഷമുള്ള ദിനമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോയുടെ ട്വീറ്റ്. കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കുട്ടികളെ ബന്ധുക്കളുടെ അടുത്തെത്തിക്കും. ഗോത്രവർഗത്തിൽപ്പെട്ടവരായതിനാൽ കാടിനെ അടുത്തറിയുന്നത് ഇവരുടെ അതിജീവനത്തിന് സഹായകമായി. ആമസോൺ കാടുകളിലെ ദിനരാത്രങ്ങളുടെ കഥ ഈ കുട്ടികൾ തന്നെ ഇനി ലോകത്തോട് പറയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.